ഹായ് എല്ലാ പറ പറ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്നൊരു സ്ഥലത്ത് പോവാന്നേ. അപ്പോൾ അച്ഛന് കുറച്ച് ക്ഷീണമെല്ലാം ഉണ്ടല്ലേ, പനി വന്നിട്ട് ക്ഷീണം മാറിയിട്ടില്ലെങ്കിലും രാവിലെ ഞാൻ ദേവൂട്ടിക്കും ഞാനൊക്കെ വാക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ച് സുഖമുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം വരെ പോകുന്നു. അപ്പം നമ്മൾ പോകുന്നത് ഇരിട്ടി ഇക്കോ പാർക്കിലാണ്. അപ്പം ഞാൻ മുൻപ് അവിടെ പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇവരെ കാണിച്ചിട്ടില്ല. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ വലിയൊരു സാമ്പത്തിക ചെലവൊന്നും ഇല്ലാണ്ട് കാണണ്ടേ നമ്മളെ നാട്ടിലടുത്തടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് എല്ലാ നാട്ടിലും, എൻ്റെ നാട് ഇരട്ടിക്കടുത്തായതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ എന്താ തൊട്ടടുത്ത് ഇങ്ങനെ പല കാഴ്ചകളുണ്ടായിട്ട് നമ്മൾ പോകുന്നത് എപ്പോഴും ദൂരെ ഒരുപാട് സാമ്പത്തിക ചെലവ് ഇട്ട് പോകുന്നത് മാത്രമാണ് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ. അതൊന്നും അഭംഗിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഇക്കോ പാർക്കിൻ്റെ ഒരു സ്ഥലം. കുട്ടികളൊക്കെ കുടുംബത്തിനോടൊപ്പം എല്ലാം പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു യാത്രയാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ ദേവൂട്ടി പറഞ്ഞു. ദേവൂട്ടിൻ്റെ ഇക്കോ പാർക്കിനേക്കാളും വലിയൊരു ആഗ്രഹം ദേവൂട്ടി ഒരിക്കൽ ബസ്സിൽ പോകുമ്പോൾ അതിനെ അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ മണിക്കൂല്ലേ ചിക്കറോയിന് ചിക്കറ അത് അന്നേരം പറയും. നീയും പറഞ്ഞിട്ടുണ്ട്, ദേവൂട്ടിയും പറയും. ഇവർ മറന്നുപോയി. അപ്പോൾ 2 സ്ഥലങ്ങളാണ്. അപ്പോൾ ഒന്ന് ഇക്കോ പാർക്കാണ്, മറ്റൊന്ന് ദേവൂട്ടീൻ്റെ ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ട്. രണ്ടും അധികം സാമ്പത്തിക ചെലവില്ല, നമ്മളെ നാട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ 2 കാഴ്ചകളും കാണാം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകണം അല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയണം, എല്ലാവരും ഇങ്ങനെ കാഴ്ച കാണുന്നതിനപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ പറയണം. തീർച്ചയായിട്ടും ലൈക്ക് അടിക്കും എല്ലാവരും അല്ലേ, അറിയണോ ദൈവട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരോടും അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തി. ഇരിട്ടിയിൽ നിന്ന് ഇപ്പോൾ ഇക്കോ പാർക്കിലേക്കുള്ള യാത്രയിലാണ്, ഓട്ടോയിലാണ്. ഓട്ടോക്ക് പരമാവധി 80 രൂപയാണ് അവിടത്തേക്ക് സാധാരണ വാങ്ങിക്കൽ. അപ്പോൾ ബസ്സിലാണെങ്കിൽ 10 രൂപ ദൂരേ ഉള്ളൂ. ബസ് ഇന്ന് കുറവായിരിക്കുമെന്നൊരു തോന്നലാണ് ഓട്ടോ കയറിയത്. അത് മാത്രമല്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരുപാട് നടക്കാനില്ലെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഓട്ടോ പിടിച്ചിട്ടുള്ളത്. എന്തായാലും ദേവൂട്ടിയും ധ്യാനവും ഭയങ്കര സന്തോഷത്തിലുണ്ട്. കാരണം അവർ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പുഴക്കരയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ച് ഞാൻ വിശദീകരിച്ചു കൊണ്ടുതന്നെ അവർക്കത് കാണാനുള്ളൊരു ആകാംക്ഷ നല്ലോണം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് ഓട്ടോ. എന്തൊക്കെ വാഹനങ്ങളിൽ കയറിയാലും അവർക്ക് ഓട്ടോ കയറുമ്പോൾ രണ്ടാൾക്കും ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പെരുവമ്പറമ്പിലെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഇക്കോ പാർക്കിലേക്ക് തെറ്റുന്നത്. മെയിൻ റൂട്ടിൽ നിന്ന് ഇക്കോ പാർക്കിലേക്ക് തെറ്റുന്ന ഒരു വഴിയാണിത്. അപ്പോൾ 2 വഴിക്കൂട്ടെ പോവാം ഇക്കോ പാർക്കിലേക്ക് പെരുവമ്പറമ്പ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ആ വഴി കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തൊരു ഭാഗ്യം ചെയ്ത ആളുകളാണ് ഇവിടെ താമസിക്കുന്നതാണ് ഇതിൻ്റെ പരിസരത്തായിട്ട്. കാരണം അത്രയേറെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ പറയുക, ഒരു കാവ് തെയ്യം കഴിക്കുന്ന ഒരു സ്ഥലമാണിത്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഒരു കാവുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പെരുവമ്പറമ്പിൻ്റെ ഇക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പരിസര പ്രദേശം. അപ്പോൾ നമ്മൾ ഇക്കോ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ മുതിർന്ന ആളുകൾക്ക് 20 രൂപയും അതുപോലെ തന്നെ കുട്ടികൾ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയാണ്. അപ്പോൾ 6 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ചാർജൊന്നും ഈടാക്കുന്നില്ല. ഞാൻ ഇരിട്ടിയിൽ നിന്ന് 2-3 തവണ ഇരിട്ടിയിൽ ഉള്ള സമയത്ത് ഫ്രീ ആയ സമയത്ത് 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേ ഞാൻ ആഗ്രഹിച്ച കുട്ടികളെ ഈ ഒരു ഇക്കോ പാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച്. കുട്ടികൾക്ക് കളിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. സ്കൂളുകൾക്ക് ഇന്നൊക്കെ ടൂർ പോകുന്നുണ്ടാകും, അത് പലപ്പോഴും ദൂര സ്ഥലങ്ങളാണ് അവരെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മളെ നാട്ടിലുള്ള പല സ്ഥലങ്ങളുണ്ട്, ഇതുപോലെ ഭംഗിയുള്ള കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലൊരു സ്ഥലമാണ് ഈ പെരുവമ്പറമ്പ്. പൊതുവേ ഈ ഒരു പെരുവമ്പറമ്പ് പടിയൂർ ഈ റൂട്ട് തളിപ്പറമ്പ് റൂട്ട് ഒരുപാട് ഭംഗിയുള്ള പഴശ്ശി പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന് പരിസരത്തൊക്കെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അടുത്തൊരു എടക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തും കൂടിയാണ് അവരെ കൊണ്ടുവന്നത്. തൊട്ടോ
തൊട്ടോ ശരിക്കും തലോടിക്കും തലോടി കൊടുത്ത. ഇവിടെ വരുന്ന എല്ലാവരെയും ഒരുപാട് ആകർഷിക്കുന്ന ഒരു ശില്പമാണിത്. ആനയും കുഞ്ഞിൻ്റെയും കുഞ്ഞാനേൻ്റെയും ആ ശില്പം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ആ കുട്ടി ആനേൻ്റെ പുറത്ത് കയറാനും അതുപോലെ അതിനൊക്കെ തലോടനൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന അത്രയേറെ മനോഹരമായിട്ട് ആ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കും വലിയൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഊഞ്ഞാൽ. ഒരുപാട് ഊഞ്ഞാലുകളുണ്ട് ഇവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഊഞ്ഞാലാടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എന്താണെന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് ഊഞ്ഞാലാടുന്ന സമയത്ത് എനിക്ക് തലകറങ്ങും, അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലാടാൻ ഇതുവരെ എവിടെയും നിൽക്കാറില്ല. കുട്ടിക്കാലം മുതൽ എനിക്ക് ആ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലാടലില്ല. എന്തായാലും ഊഞ്ഞാലാടുന്ന എൻ്റെ മക്കളൊക്കെ ഊഞ്ഞാലാടുന്ന കാണുമ്പോൾ ഒരു സന്തോഷം, അവരെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ബ്യൂട്ടി ചന്ദ്രൻ കളിയാക്കുന്നത് നീ ഊഞ്ഞാലാടിയിട്ട് ഇവിടെ തന്നെ നമ്മൾ പോട്ടെ എന്നാല് നടന്നോ ഇങ്ങോട്ട്. ആവൂല മോളെ. പഴശ്ശി ഡാമിൽ ഷട്ടർ അടച്ചിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം പുഴയിലുണ്ട്. അപ്പോൾ കുട്ടികളെ ആയിട്ട് വരുന്നവരെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ദൂരെയൊന്നും രക്ഷിതാക്കളില്ലാണ്ട് ഒറ്റയ്ക്കൊന്നും പോകരുത്.
അവിടെ ഒരു പാമ്പുണ്ടേ, ഞാൻ ഇപ്പം കാട്ടിനെ. ആടെ തന്നെ നീ നിർത്തി, എവിടെ നിർത്തി. ഇങ്ങോട്ട് വന്നോ. ഇതിൻ്റെ സാധനം നോക്കണം, കൊക്കിൻ്റെ മേലെ വൈകുന്നത്. അതിന് ഇടക്ക് ജീവൻ വെക്കലുണ്ടേ, ആ സാധനത്തിന് ഇടക്ക് ജീവൻ വെക്കും. ഞാൻ ഒരു ദിവസം ഇവിടെ പണ്ട് ഞാൻ വന്നേരം ഒരിക്കൽ ജീവൻ വെച്ചിട്ട്, അന്നേരമാണ് ഒറ്റ ഇനി എടുത്തൊറ്റ പറക്കൽ പുറക്കും ആകാശത്തിൽ. അങ്ങനെ നമ്മള് ഇക്കോ പാർക്ക് വേണ്ടി കാണാൻ ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വന്നിരിക്കാൻ കുടുംബത്തോടൊപ്പം അല്ലേ, ഇഷ്ടമായിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട്. ഊഞ്ഞാലാണ് ദൈവമുഖ്യത ഇങ്ങനത്തെ ചീമിലാണ് അപ്പം നമ്മുടെ ഇക്കോ പാർക്കിന് പുറത്തിറങ്ങി നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു എന്താ പറയണ്ട വെയിലിൻ്റെ സാഹിത്യ ഭാഷയൊന്നും അറിയില്ല എങ്കിലും പറയാം, ആ ഒരു പ്രകാശം ആ ഒരു വെള്ളത്തിൽ പതിക്കുമ്പോഴുള്ള ഒരു ഭംഗി എത്ര മനോഹരമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയേറെ മനോഹരമായിട്ടൊരു സ്ഥലമാണ്. ഇപ്പം എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറിയ ഒരു കായ് കണ്ടു. അപ്പോൾ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചെടിക്കൊരു മുള്ളൊക്കെ ഉണ്ടാവും. ഒരു പഴുത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത നിറത്തിലുള്ളൊരു കായാണ്. നമ്മൾ കുട്ടിക്കാലത്ത് അതിന് ചൂരിക്കായ് എന്നാ പറയുക. അപ്പോൾ എല്ലാ പ്രദേശത്തും എന്താണ് ഇതിൻ്റെ പറയുക എന്താണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിന് വ്യത്യസ്തമായ പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ. കാണാൻ എങ്ങനെയുണ്ട് സ്ഥലമല്ലോ, സൂപ്പറാ. ഇനി നമ്മള് സസ്പെൻസ് കൊടുക്കണ്ടേ, മറ്റേ സ്ഥലത്ത് പോണ്ടേ, നമ്മളെപ്പം പറയുന്ന സ്ഥലത്ത്. സൈഡിലേക്ക് വണ്ടി വരുന്നുണ്ടേ. ഇപ്പോൾ പാർക്കിലെ കാഴ്ചകൾ കാണാൻ വന്നിട്ട് പറമ്പത്തെ കായ്കളെല്ലാം പറിക്കുന്നുവെന്ന് ചിന്ത വേണ്ട. കാട്ടിൽ കാണുന്ന ചില കായ്കൾ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ വീണ്ടും ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു കായും കൂടി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കാണുന്ന കുട്ടികൾ എന്തെങ്കിലും കായ് കാണുമ്പോൾ പറിച്ച് കഴിക്കേണ്ട, മുതിർന്നവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. കാരണം ഇതെനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ കഴിച്ചത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇത് പറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സാമ്യം ചിലത് തോന്നിക്കാം. അപ്പോൾ അറിയാണ്ട് നമ്മൾ കഴിക്കേണ്ട. കുട്ടികൾ എന്തൊക്കെ കണ്ടാലും മുതിർന്നവരിൽ നിന്ന് കാണിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. കാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകിച്ച് അത് നല്ലതും ഉണ്ടാവും, അതുപോലെ തന്നെ മോശവും ഉണ്ടാവും. പേരറിയില്ലല്ലോ, എന്ത് പേരറിയുന്നവരൊന്ന് കമന്റ് ഇട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ കായ്, ഒരുപാട്. എന്നാൽ എന്താ പറയുക, നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ടേസ്റ്റ് അല്ല, അതിൻ്റെ അതേ ഇല ഉണ്ടാവും. പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമന്റ് ചെയ്യണേ. അതെ ഈ വണ്ടിയിൽ വെച്ചാക്കല എവിടെ അങ്ങനെ ഇക്കോ പാർക്ക് മിനി ഇരിട്ടിയിലെത്തി. ഇരിട്ടി പാലത്തിൻ്റെ സമീപത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിനി പാർക്കുണ്ട്, ഗ്രീൻ ലീഫ് ഒരുക്കിയ ഒരു ചെറിയ പാർക്ക്. അപ്പോൾ ദേവുട്ടിക്ക് ഞാനൊക്കെ ഇതിപ്പോൾ കാണണമെന്ന് ഒരുപാട് കാലമായി പറയുന്നത്. നമ്മൾ ഇരിട്ടിക്കാർ തന്നെയാണ്, ഇരിട്ടിക്ക് അടുത്ത ചാവശ്ശേരിയിലാണെങ്കിലും. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ വിജീൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരിക്കോട്ടക്കരയാണ് അവളുടെ വീട്. അപ്പോൾ
അവിടെ പോകുമ്പോൾ ഇത് കാണാം. അപ്പോൾ രാത്രിയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. ഇപ്പോൾ എവിടെ പ്രത്യേകിച്ച് ചോദിക്കും അച്ഛാ അവിടെ പോവുക അതെന്താന്ന്. അപ്പോൾ എന്തായാലും അതിനൊരു സമയമുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഇന്നാന്ന്. നമ്മുടെ നാട്ടിലായിട്ട് കൂടി ചെറിയൊരു പാർക്ക്, കുറച്ച് ചെയർ ഇവിടെ ഇരിക്കാനുണ്ട്. അത് പുഴക്കരയാണ്, അപ്പോൾ ഇരിട്ടിക്ക് അടുത്താണ്. അപ്പോൾ വൈകുന്നേരം കുറേ ആളുകൾക്ക് വന്നിരുന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലം അത്രമാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. എങ്കിലും നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ഥലമാണെങ്കിലും അത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഗ്രീൻ ലീഫ് പാർക്കിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇരിട്ടിയുടെ ഒരു സൗന്ദര്യം മറ്റ് പല പട്ടണത്തിൽ നിന്നും വേറിട്ടൊരു സൗന്ദര്യമാണ് ഇരിട്ടിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇരട്ടപ്പാലം കൂടിയാണ് ഇരിട്ടിക്ക്. നമ്മൾ അപ്പുറത്ത് കാണുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് 1933 എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞാൻ എവിടെയോ വായിച്ച പോലെയുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു തലയെടുപ്പിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അത് പ്രൗഢിയോടെ തന്നെ ഇരിട്ടിക്ക് അഭിമാനമായിട്ട് തന്നെ ആ ഒരു പാലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇരിട്ടിയിൽ ഏതൊരു ആഘോഷ വീഡിയോകളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഇരിട്ടിയുടെ കാണിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു പാലമായിരിക്കും. അപ്പോൾ അത്രയേറെ സൗന്ദര്യം ആ ഒരു പാലത്തിനുണ്ട്. അസ്തമയ സൂര്യനും കൂടിയാകുമ്പോൾ ആ പാലത്തിൻ്റെ ഭംഗി എന്താ പറയണ്ടേ ഇരട്ടിയായിരിക്കുകയാണ്. ഞാനൊരു ഇരിട്ടി മുനിസിപ്പാലിറ്റിക്കാരനാണെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത ടൗൺ മട്ടന്നൂരാണ്. പക്ഷേ ഞാൻ മട്ടന്നൂരിലേക്കാണ് കൂടുതൽ പോകുന്നതും എന്തൊരു കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഞാൻ വരുന്നത് ഇരിട്ടിയിലാണ്. അത് ഇരിട്ടീൻ്റെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, എന്ത് കാര്യവും വിലക്കുറവാണെങ്കിലും മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് സുഖമായിട്ടെല്ലാ കാര്യങ്ങളും സാധിച്ചു പോകാൻ പറ്റുന്നത് ഇരിട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ എന്തുകൊണ്ടും മട്ടന്നൂരിനേക്കാളും വലിയൊരു പട്ടണം കൂടി തന്നെയാണ് ഇരിട്ടി. ഒരുപാട് പ്രകൃതി സ്നേഹികളും അതുപോലെ തന്നെ ഇരിട്ടി നഗരസഭയൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് ഈ കാണാൻ വഴിയോരത്ത് മുഴുവനായിട്ടും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. വൈകുന്നേരത്തെ ഒരു ചായൻ്റെ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ഒരു സമയമായി ഏകദേശം. അപ്പോൾ എന്തായാലും ദേവൂട്ടിക്കും അതുപോലത്തെ ധ്യാനക്കൊക്കെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടൽ അധികം തിരക്കൊന്നുമില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ടാകും. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ കയറി. നോക്കണേ. അപ്പോൾ ഇപ്പോൾ 6 മണിയായി. 3 മണിക്കാണ് ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടത്. 6 മണിയാകുമ്പോഴേക്കും തിരിച്ച് നമ്മളെ നാടായ ചാവശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇവനിങ്ങനെ വെറുതെ അവിടെ ഇവിടെയും പോയി വേണ്ടാണ്ട് പൈസ, ഇതൊക്കെ ചെറിയൊരു പൈസ ചിലവിൽ നമ്മൾ പല കാര്യങ്ങൾക്കും പൈസ കളയുന്ന ഇതിൽ നമ്മൾ വലിയ ദൂരത്തുള്ള യാത്രയൊന്നും കുറവാണ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം മനോഹരമായ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇനി എത്ര എന്നെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ലൈഫിൽ ഞാനതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം.